കേരളത്തിലെ യുവാക്കൾക്കിടയിലും വാഹനപ്രേമികൾക്കിടയിലും എക്കാലത്തെയും വലിയ ആവേശവും അതേസമയം കടുത്ത തർക്കങ്ങൾക്കും കാരണമാകുന്ന ഒന്നാണ് വാഹനങ്ങളുടെ രൂപമാറ്റം അഥവാ വാഹന മോഡിഫിക്കേഷൻ. മോട്ടോർ വാഹന വകുപ്പിന്റെ കടുത്ത പരിശോധനകളും വൻതുക പിഴ ഈടാക്കലും കാരണം വണ്ടിഭ്രാന്തന്മാർ എപ്പോഴും ആശങ്കയിലാണ്. ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രീയ രംഗത്ത് നിന്നും ഉയരുന്ന ഒരു വാഗ്ദാനവും അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാഹന മോഡിഫിക്കേഷൻ നിയമങ്ങളിൽ ഇളവുകൾ വരുത്തുമെന്ന രീതിയിൽ നൽകിയ വാഗ്ദാനങ്ങൾ വെറും പൊള്ളത്തരമാണെന്നും ജനങ്ങളെ പറ്റിക്കാനുള്ള തന്ത്രം മാത്രമാണെന്നും ആരോപിച്ച് ബിഗ് ബോസ് ജേതാവും എൻ.ഡി.എ നേതാവുമായ അഖിൽ മാറാർ രംഗത്തെത്തിയിരിക്കുകയാണ്. കേരളത്തിൽ രൂപമാറ്റം വരുത്തിയ വണ്ടികൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് ഓപ്പറേഷൻ ഫ്രീക്ക് ഉൾപ്പെടെയുള്ള കർശനമായ പരിശോധനകൾ നടത്താറുണ്ട്. സൈലൻസർ മാറ്റുക, വലിയ ടയറുകൾ പിടിപ്പിക്കുക, ബോഡി ഘടന മാറ്റുക, അമിതമായി വെളിച്ചമുള്ള ലൈറ്റുകൾ വെക്കുക എന്നിവയെല്ലാം നിയമവിരുദ്ധമായി കണക്കാക്കി വലിയ തുകയാണ് പിഴ ചുമത്തുന്നത്. ഇത് വാഹനപ്രേമികളായ യുവാക്കൾക്കിടയിൽ സർക്കാരിനെതിരെ വലിയ അമർഷത്തിന് കാരണമായിരുന്നു. ഈ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചാണ് തിരഞ്ഞെടുപ്പ് കാലത്തോ അതിനുശേഷമോ യു.ഡി.എഫ് മുന്നണിയും വി.ഡി. സതീശനും വാഹന മോഡിഫിക്കേഷനുകൾക്ക് അനുമതി നൽകുമെന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചത്. യുവാക്കൾ ഈ പ്രസ്താവന വലിയ രീതിയിൽ റീൽസുകളായും ട്രെൻഡിംഗ് പോസ്റ്റുകളായും സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കുകയും ചെയ്തു. ഇതിന് തടയിട്ടുകൊണ്ടാണ് അഖിൽ മാരാരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. അഖിൽ മാരാർ തന്റെ കുറിപ്പിലൂടെ കേവലം ഒരു രാഷ്ട്രീയ വിമർശനം മാത്രമല്ല ഉന്നയിച്ചത്, മറിച്ച് തന്റെ സ്വന്തം ജീവിതാനുഭവവും രാജ്യത്തെ നിയമവ്യവസ്ഥയും കൂട്ടിയിണക്കിയാണ് അദ്ദേഹം സംസാരിച്ചത്. താൻ വെറുതെ പറയുന്നതല്ലെന്നും വണ്ടിയോടുള്ള ക്രേസ് എന്താണെന്ന് തനിക്ക് കൃത്യമായി അറിയാമെന്നും മാരാർ വ്യക്തമാക്കുന്നു. 2015 തന്റെ 27ാം വയസ്സിൽ ഏതാണ്ട് 9 മാസത്തോളം സമയമെടുത്താണ് സ്വന്തമായി ഡിസൈൻ ചെയ്ത് പണിതെടുത്ത ഒരു ജീപ്പിന്റെ ചിത്രം അദ്ദേഹം പോസ്റ്റിനൊപ്പം പങ്കുവച്ചു. അന്ന് ആ വണ്ടിയുമായി റോഡിലിറങ്ങി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുമായി നിരന്തരം വഴക്കിട്ട ഒരു ഭൂതകാലം തനിക്കുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ വന്നപ്പോൾ ആ ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെക്കേണ്ടി വന്നു എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. മോട്ടോർ വാഹന നിയമങ്ങൾ നിർമ്മിക്കുന്നതും അതിൽ ഭേദഗതി വരുത്തുന്നതും കേന്ദ്ര സർക്കാരാണ്. 1988 കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം വാഹനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തി രൂപമാറ്റങ്ങൾക്ക് കടുത്ത നിയന്ത്രണങ്ങളുണ്ട്. ഒരു സംസ്ഥാന മുഖ്യമന്ത്രി വിചാരിച്ചാൽ കേന്ദ്ര നിയമത്തെ മറികടക്കാൻ കഴിയില്ലെന്നാണ് മാരാർ ചൂണ്ടിക്കാണിക്കുന്നത്. വാഹനങ്ങൾ മോഡിഫൈ ചെയ്യുന്നതിനെതിരെ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ കൃത്യമായ വിധിന്യായങ്ങളുണ്ട്. നിർമ്മാതാക്കൾ നൽകുന്ന സുരക്ഷാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ ആർക്കും അവകാശമില്ലെന്ന് കോടതി വിധിച്ചിട്ടുള്ളതാണ്. വി.ഡി. സതീശൻ ഈ നിയമവശങ്ങളെല്ലാം നന്നായി അറിയാമെന്നും എന്നിട്ടും യുവാക്കളുടെ വോട്ട് നേടാൻ അദ്ദേഹം തരംതാണ രാഷ്ട്രീയം കളിക്കുകയാണെന്നും മാരാർ കുറ്റപ്പെടുത്തി. ഈ വിഷയം താൻ മുൻപ് കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തലയുമായി ചർച്ച ചെയ്തിരുന്നുവെന്നും അഖിൽ മാരാർ വെളിപ്പെടുത്തുന്നു. അന്ന് ചെന്നിത്തലയുടെ ഈ ആശയം പറഞ്ഞപ്പോൾ ജനങ്ങളെ പറ്റിച്ച് അധികാരത്തിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇതിന്റെ നിയമപരമായ തടസ്സങ്ങൾ തനിക്ക് ബോധ്യപ്പെടുത്തിയതെന്നും മാരാർ കൂട്ടിച്ചേർത്തു. അഖിൽ മാരാർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ വാഹന രൂപമാറ്റം സംബന്ധിച്ച നിയമങ്ങൾ അങ്ങേയറ്റം കർശനമാണ്. എന്തുകൊണ്ടാണ് ഒരു സംസ്ഥാന സർക്കാരിന് ഇതിൽ കാര്യമായി ഒന്നും ചെയ്യാൻ സാധിക്കാത്തതെന്ന് മനസ്സിലാക്കാൻ മോട്ടോർ വാഹന നിയമത്തിലെ ചില പ്രധാന വശങ്ങൾ അറിയേണ്ടതുണ്ട്. സെക്ഷൻ 52 വകുപ്പ് പ്രകാരം ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നിർമ്മാതാവിന്റെ വിവരങ്ങളും മറ്റും മാറ്റം വരുത്താൻ പാടുള്ളതല്ല. എഞ്ചിൻ മാറ്റുക, വാഹനത്തിന്റെ നിറം മാറ്റുക തുടങ്ങിയവർക്ക് മുൻകൂർ അനുമതി വേണം. എന്നാൽ ഘടന മാറ്റുന്നതിന് പൂർണ്ണ നിരോധനമുണ്ട്. കമ്പനികൾ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് ക്രാഷ് ടെസ്റ്റുകളും സുരക്ഷാ പരിശോധനകളും നടത്തി ഒരു വാഹനം വിപണിയിൽ എടുക്കുന്നത്. അതിൽ വരുത്തുന്ന മാറ്റങ്ങൾ വണ്ടിയുടെ ബാലൻസിനെ ബാധിക്കുമെന്നും അപകടങ്ങൾക്ക് കാരണമാകുമെന്നുമാണ് നിയമം വ്യക്തമാക്കുന്നത്. സെൻസറുകൾ മാറ്റുന്നത് വഴി ഉണ്ടാകുന്ന ശബ്ദ മലിനീകരണവും കറുത്ത പുക പുറന്തള്ളുന്ന തരത്തിലുള്ള മോഡിഫിക്കേഷനുകളും നിയമവിരുദ്ധമാണ്. സംസ്ഥാന സർക്കാരുകൾക്ക് ട്രാഫിക് പിഴകളുടെ തുക നിശ്ചയിക്കുന്നതിലോ അല്ലെങ്കിൽ ചില പ്രത്യേക ഇളവുകൾ നൽകുന്നതിലോ പരിമിതമായ അധികാരം മാത്രമാണുള്ളത്. കേന്ദ്ര നിയമത്തെയോ സുപ്രീം കോടതി വിധിയോ റദ്ദാക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല. അഖിൽ മാരാരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതോടെ രാഷ്ട്രീയ വൃന്ദങ്ങളിലും വണ്ടിഭ്രാന്തന്മാർക്കിടയിലും വലിയ ചർച്ചകൾക്കാണ് ഇത് വഴി തുറന്നിരിക്കുന്നത്. കമന്റ് ബോക്സുകളിൽ പ്രധാനമായും 2 തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത്. കേരളത്തിലെ ഒരു വലിയ വിഭാഗം യുവാക്കൾക്ക് തങ്ങളുടെ കഷ്ടപ്പാടിൽ നിന്ന് മാറ്റിവെക്കുന്ന പണം ഉപയോഗിച്ചാണ് വണ്ടികൾ അലങ്കരിക്കുന്നത്, മോഡിഫൈ ചെയ്യുന്നത്. ഇത് പലരുടെയും ഒരു സ്വപ്നവും കലയുമാണ്. എന്നാൽ റോഡിലിറങ്ങുമ്പോൾ വലിയ തുക പിഴ അടയ്ക്കേണ്ടി വരുന്നത് ഇവരുടെ ആത്മവിശ്വാസം കെടുത്തുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കൾ ഇത്തരം വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ യുവാക്കൾ അത് വേഗത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിന്റെ പിന്നിലെ നിയമപരമായ നൂലാമാലകൾ മനസ്സിലാക്കുമ്പോഴാണ് പലർക്കും യാഥാർത്ഥ്യം ബോധ്യപ്പെടുന്നത്. അഖിൽ മാരാർ ഉയർത്തിയ വാദങ്ങൾ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ പൂർണ്ണമായും ശരിയാണെന്ന് കാണാം. വാഹന മോഡിഫിക്കേഷൻ നിയമം കേന്ദ്ര സർക്കാരിന്റെയും സുപ്രീം കോടതിയുടെയും പരിധിയിൽ വരുന്ന ഒന്നാണ്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തി അധികാരത്തിൽ കയറാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയക്കാർ വരാനിരിക്കുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാറുണ്ട്. ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന പ്രതീക്ഷയിൽ ഞാൻ ഇക്കാര്യം നിങ്ങളെ അറിയിക്കുന്നു എന്ന പരിഹാസത്തോടെയാണ് മാരാർ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ വി.ഡി. സതീശൻ ഈ വിഷയത്തിൽ എന്ത് വിശദീകരണമാണ് നൽകുക എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ വിവാദത്തിന്റെ ഭാവി. വണ്ടികളിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നവർ വെറും രാഷ്ട്രീയ വാഗ്ദാനങ്ങളിൽ വീഴാതെ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് മാത്രം മുന്നോട്ട് പോകുന്നതായിരിക്കും ബുദ്ധി എന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.